നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറേ, ഇതാ സാറ് ചോദിച്ച ലെറ്റർ. പ്രിയന് സംശയമൊന്നും തോന്നിയില്ലല്ലോ? അല്ല, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രിയൻ അതേപ്പറ്റി ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ആ ഒരു ഉറപ്പ് ഞാൻ തരാം. ആ കത്ത് കണ്ട പ്രിയൻ തന്നെയാണ് ഗന്ധർവനെന്ന് സാറിന് മനസ്സിലാവും. പിന്നെ പാറുവിനെയും പ്രിയനെയും ഒരുമിപ്പിക്കാൻ വേണ്ടതല്ല അദ്ദേഹം തന്നെ ചെയ്തു. താങ്ക് യു മോഹൻ. എന്താ സാർ ഇത്? ശരിക്കും സാറിനോട് ഞാനാണ് നന്ദി പറയേണ്ടത്. എന്തിന്? പാറുവിന് വേണ്ടി സാറ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിനുവേണ്ടി. ശരി, മോഹൻ പൊക്കോളൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി സാർ. ശരി. കൈലാഷ്, മോഹൻ പോകുന്നത് കണ്ടു. അവൻ നീ പ്ലാൻ ചെയ്ത പോലെ പ്രിയന്റെ ലെറ്റർ കൊണ്ടുവന്നോ? പിന്നെന്തിനാ കാത്തിരിക്കുന്നേ? അത് തുറന്ന് പ്രിയനാണോ ഗന്ധർവൻ എന്ന് നോക്ക്. എനിക്കിത് തുറന്നു നോക്കാൻ മനസ്സ് വരുന്നില്ല. അതെന്താ? പ്രിയൻ തന്നെയാണോ ഗന്ധർവൻ എന്ന പേടി കൈലാഷിനുണ്ടോ? നീ എന്തൊക്കെയായി പറയുന്നത്? പ്രിയൻ എനിക്ക് എത്ര വലിയ സഹായങ്ങളാണ് ചെയ്യുന്നതെന്നറിയോ? അവൻ എന്റെ മനസ്സിലുള്ള സ്ഥാനം വളരെ വലുതാ. ലെറ്റർ തുറന്നു നോക്കിയാ ഞാൻ അവന് കൊടുക്കുന്ന ബഹുമാനം ഇല്ലാതാവും. നിന്റെ വാക്ക് കേട്ട് അവനെ സംശയിച്ചല് എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. അതുകൊണ്ടാ എനിക്കിത് തുറന്നു നോക്കാൻ കഴിയാത്തത്. ഇങ്ങനെ പോയാ ഇവൻ ഈ ലെറ്റർ ചുരുട്ടി കൂട്ടി ഡസ്റ്റ്ബിന്നിലിടും. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തതെല്ലാം വെറുതെ ആകും. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ പറയുന്നത് വളരെ ശരിയാ. പ്രിയൻ നിന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് നീ ഇത് തുറന്നു വായിക്കുന്നത് പ്രിയന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് പോലെ ആകും. പക്ഷേ എനിക്കിത് തുറന്നു വായിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതും ഗന്ധർവന്റെ ലെറ്ററും തരൂ, ഞാൻ നോക്കാം. പെർഫെക്റ്റ് മാച്ചാ. ഇത് എഴുതാൻ ഞാൻ ഏൽപ്പിച്ച വ്യക്തിയെ സമ്മതിച്ചിരിക്കുന്നു. പ്രിയന്റെ കൈയക്ഷരം അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. പ്രിയൻ തന്നെയാണ് ഗന്ധർവനെന്ന് അറിയുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. കൈലാഷ്, ഇത് രണ്ടും ഞാൻ നന്നായി പരിശോധിച്ചു. എനിക്ക് എന്ത് പറയണോന്ന് അറിയില്ല. നീ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാലം കൂടെ നടന്ന് നിന്നെ പാർവതിയും ചതിച്ചത് പ്രിയനാണ്. നിനക്കത് എത്ര വലിയ ഷോക്കായി കാണുമെന്ന് എനിക്ക് ഊഹിക്കാനാവും. പ്രിയൻ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു?
കമ്പനിയിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും പ്രിയന് വേണ്ടി ആദ്യം സംസാരിക്കാറുള്ളത് കൈലാഷായിരുന്നു. പ്രിയന് വേണ്ടി നീ എന്നെ പോലും എതിർത്തിട്ടുണ്ട്. ആ നിന്നെയാണ് പ്രിയൻ പുറകിൽ നിന്ന് കുത്തിയത്. പ്രിയനെ നീ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടല്ലേ പാർവതിയെ അവന്റെ വീട്ടിൽ താമസിപ്പിച്ചത്. നിന്നെ കുറ്റം പറയാനും പറ്റില്ല. പ്രിയനും അത്ര നന്നായിട്ടല്ലേ അഭിനയിച്ചത്. എല്ലാരും പ്രിയൻ നല്ലവനാണെന്ന് വിശ്വസിച്ചു. പ്രിയനെ പോലൊരു വൃത്തികെട്ടവന്റെ കൂടെ ഒരേ റൂമിലാണ് പാർവതി താമസിക്കുന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് ടെൻഷനാകാം. പ്രിയൻ ആ സാഹചര്യം മുതലെടുത്താലും അത്ഭുതപ്പെടാനും ഒന്നുമില്ല. പാർവതിയെ കുറിച്ച് അനാവശ്യം പറയരുത്. അല്ല, ഞാൻ കൈലാഷ്. എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കണം. നീ പൊക്കോ. കൈലാഷ്, നിന്റെ മനസ്സിൽ സംശയത്തിന്റെ തീപ്പൊരി വീണു കഴിഞ്ഞു. ഇനി അത് ആളിക്കത്താൻ അധികം സമയം വേണ്ട. ആ തീയിൽ പാർവതിയോടുള്ള നിന്റെ പ്രണയം കത്തിച്ചാമ്പലാകും. പാർവതിയുടെ മനസ്സിൽ നിന്ന് ഗന്ധർവനെ ഞാൻ വേരോടെ പിഴുതു മാറ്റും. എന്നിട്ടും കഷ്ടപ്പെട്ട് നമ്മളത് എടുക്കാൻ നോക്കുമ്പോൾ കയ്യിലൊരു മുള്ളു കൊള്ളണം, ചോര പൊടിയണം. എന്നിട്ടും പിന്തിരിയാതെ നമ്മൾ ആ പൂവ് കയ്യിലെടുക്കുക തന്നെ വേണം. പ്രിയ, സ്വന്തം സഹോദരനെ പോലെയാ നിന്നെ ഞാൻ വിശ്വസിച്ചത്.